ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവത്തൂർ കൂടിയുണ്ട്. ഷഫീദ, നമ്മൾ കണ്ടതാണ് ഈ ബിനീഷ് കോടിയേരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല എന്ന തരത്തിലായിരുന്നു ബിനീഷ് സംസാരിച്ചത്. അതിൽ നിന്ന് വ്യക്തമാണ് അർജന്റീന ആരാധകരുടെ ഒരു അവസ്ഥ, മിണ്ടാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ കാത്ത് നിൽക്കുക, അവസാന നിമിഷത്തിലെങ്കിലും കഴിഞ്ഞ മത്സരത്തിലെ പോലെ ഒരു 2 ഗോള് 3 ഗോള് വന്നാൽ രക്ഷപ്പെട്ട് കടന്നു പോവുക എന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുക. എന്തായാലും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിന് ഉറപ്പായിട്ടും, കാരണം നമുക്കറിയാം ഈ എതിരാളികൾ സ്വിറ്റ്സർലൻഡ് മാത്രമല്ല, ഈ നമ്മൾ തമാശ രൂപേണയും സോഷ്യൽ മീഡിയയിലും ഒക്കെ പറയും, ഈ ബ്രസീലും പോർച്ചുഗലും ഒക്കെ അവരുടെ ആരാധകരടക്കം അർജന്റീന ആരാധകർ ഇപ്പോൾ വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ്. കളിയിലേക്ക് വന്നാൽ ഈ അട്ടിമറി, അവസാന നിമിഷത്തെ അട്ടിമറി കൊണ്ടാം ഈ ടൂർണമെന്റിൽ തന്നെ അല്ലെങ്കിൽ ഈ വേൾഡ് കപ്പിൽ തന്നെ അർജന്റീന നടത്തിയുള്ള തിരിച്ചുവരവുകൾ ചെറുതല്ല. അത് കേപ്പ് വെർദെ അടക്കം, അതേപോലെ കഴിഞ്ഞ തവണ ഈജിപ്തിലെ അട്ടിമറി, അത് അവസാന നിമിഷം അവസാനത്തെ 15 മിനിറ്റ് അർജന്റീന എടുത്ത ലീഡടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ സ്വിറ്റ്സർലൻഡിനെ സംബന്ധിച്ച് നമുക്ക് ആ രീതിയിൽ പറയാൻ കഴിയില്ല, കാരണം അവരുടെ കളിയഴക് നമ്മളിപ്പോൾ കണ്ടതാണ്. അർജന്റീനയെ സംബന്ധിച്ച് അർജന്റീനയുടെ ടോപ്പ് പ്ലെയറായിട്ടുള്ള മെസ്സിയെ തന്നെ പൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു ട്രാപ്പ്, അതടക്കമുള്ള കാര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ആദ്യ പകുതിയിൽ അർജന്റീന ആരാധകരെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ആത്മവിശ്വാസം ഉണ്ടായത് അത് ആദ്യ പകുതിയിലെ ആദ്യ നിമിഷത്തെ ഗോൾ തന്നെയാണ്. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഈ ഷൂട്ടൗട്ടുകൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സ്വിറ്റ്സർലൻഡ് ഗോൾ പോസ്റ്റിലേക്ക് കടന്നാക്രമണം നടക്കുന്നുണ്ട്. പക്ഷേ ഈ എക്സ്ട്രാ ടൈമിൽ തന്നെ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ബാർട്ടൺ ഹില്ലിലാണുള്ളത്. ഇവിടെ ഒരു അർജന്റീന ആരാധകരുടെ ഒരു കേന്ദ്രമാണ്. അവിടെ ഈ ആരാധകരുടെ മുഖത്ത് നിരാശ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഷൂട്ടൗട്ടിന്റെ ആദ്യ പകുതിയിൽ ഈ പൂർണ്ണമായും സ്വിറ്റ്സർലൻഡ് കോട്ട അടക്കി പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കോട്ടയിലേക്ക് കൂടുതൽ ഷൂട്ടൗട്ടുകൾ ത്വരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു കോർണർ വഴങ്ങി കിട്ടുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അതൊന്നും ഗോളാക്കാൻ, അതല്ലെങ്കിൽ ഗോൾ വലയിലേക്ക് എത്തിക്കാൻ അർജന്റീന ടീമിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സ്വാഭാവികമായും വലിയ നിരാശയ്ക്ക് വഴിയൊരുക്കുന്നുണ്ട്. പക്ഷേ ഇനിയുള്ള അവസാനത്തെ പകുതി സമയം, അതല്ലെങ്കിൽ ഈ എക്സ്ട്രാ ടൈമിന്റെ അവസാനത്തെ പകുതി സമയം അർജന്റീനയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ നിർണായകമാണ്. ഈ ആകാംക്ഷ, അതേപോലെ തന്നെ അവരുടെ നിരാശ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് മുഖത്ത് കൂടി ചേരുന്നുണ്ട് തൃപ്രയാറിൽ നിന്ന്. അവിടെ കായിക മന്ത്രി ജനീഷ് അടക്കമുള്ളവരുണ്ട്, TN പ്രതാപൻ അടക്കമുള്ളവർ കളി കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഗോൾ വരും എന്ന് പറഞ്ഞ് ബെറ്റ് വെച്ച് നിൽക്കുന്ന പോലെയായിരുന്നു പ്രതാപേട്ടനും ഒപ്പം തന്നെ ജനീഷൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഗോൾ മാത്രം വരുന്നില്ല. ഇപ്പോൾ എക്സ്ട്രാ ടൈമിന്റെ 2ാം പകുതിയിലേക്ക് കിടന്നു. ഇപ്പോഴെങ്കിലും ഇനിയെങ്കിലും ഗോൾ വരുമോ എന്ന പ്രതീക്ഷയിലാണോ അവരുള്ളത്? ശ്രീതാൻ, തീർച്ചയായും അങ്ങനെ ഒരു പ്രതീക്ഷയാണ് പ്രതാപനും TN പ്രതാപനും അതുപോലെ തന്നെ ജനീഷും പങ്കുവെക്കുന്നത്. പക്ഷെ അവരുടെ മുഖത്ത് നല്ല ആശങ്കയുണ്ട്. മന്ത്രി ജനീഷ് മറ്റെവിടെയൊക്കെ പോയിട്ടുണ്ട്. അദ്ദേഹം ഈ ഇടയിൽ തൃപ്രയാറിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. മുൻ MLA MP ഒക്കെ ആയിട്ടുള്ള TN പ്രതാപൻ അടക്കമുള്ളവർ അർജന്റീനയുടെ ജേഴ്സി ഇട്ട്, അദ്ദേഹമൊക്കെ തന്നെ കടുത്ത അർജന്റീന മെസ്സി ആരാധകനാണ്. അപ്പോൾ മത്സരം കാണാൻ വന്നതാണ്. പക്ഷേ കാരണം സ്വിറ്റ്സർലൻഡ്, അതെ സത്യം കാരണം നമ്മൾ സ്വിറ്റ്സർലൻഡിനെ 2-1 തോൽപ്പിക്കുമെന്ന പ്രതീക്ഷ വന്നതായിരുന്നു. പക്ഷേ സാധ്യത കുറവാണ്. അർജന്റീനയൊക്കെ സാധ്യത കുറവാണ്. നല്ല മത്സരം, ഒന്നാം തരം മത്സരം. മത്സരം നല്ല മത്സരമാണ്. പക്ഷെ ഇപ്പോഴും നല്ല പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ജയിക്കൂല ഈ കളി എന്തായാലും, ഈ കളി വെച്ച് അർജന്റീന ജയിക്കാൻ പോലുള്ള പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങിയാൽ കൊളംബിയനെ തോൽപ്പിച്ച സ്വിറ്റ്സർലാൻഡ് ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചോ, ഉറപ്പ്. ഒന്നുകൂടി നോക്കാം, ഉറപ്പായിട്ടും തോൽക്കൂല. ഒന്നുകൂടി നോക്കാം, ഉറപ്പ്. അവസാന നിമിഷത്തിലായാലും ഗോളടിക്കും. മണലൂര് പോലെ ആവൂല. ഇല്ല, തീർച്ചയായും അതാണ് പറയുന്നത്. മണലൂര് പോലെ ആവില്ല, ഉറപ്പായും അർജന്റീന അടിക്കുന്നതാണ് പറയുന്നത്. അതാ നമുക്കടക്കം ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. സ്വിറ്റ്സർലാൻഡ് എന്തായാലും അത് കൊള്ളായിരുന്നു. അതായത് മണലൂരിൽ 105%, 110% ജയിക്കും എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പ്രതാപേട്ടന് ചെറുതായി പണി കിട്ടിയതാണ്. അപ്പോൾ അതുപോലെ ഈ അർജന്റീനയുടെ അവസ്ഥയാകുമോ എന്നുള്ള ഉറപ്പിലൊക്കെ തന്നെയാണ് ശ്രീത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.